നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഷർ ഉണ്ടെങ്കിൽ അത് കൂടുതൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സഹായകരമാകുമെന്ന് തോമസ് ടൂഷൽ കഴിഞ്ഞ ദിവസം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് വെറുതെയല്ല. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ആ പ്രഷറിനെ അങ്ങ് മറികടന്നിരിക്കുന്നു. ലാസിയോ ആദ്യ പാദത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചത്, എന്നാൽ രണ്ടാം പാദത്തിൽ സ്വന്തം മൈതാനത്ത് വെച്ച് 3 ഗോളുകൾ ലാസിയോയുടെ വലയിലേക്ക് അടിച്ചു കയറ്റി അഗ്രിഗേറ്റ് 3-1 വിജയവുമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ഇതാ ബയൺ രാജകീയമായിട്ട് കടന്നു വന്നിരിക്കുന്നു. ഹാരി കെയ്ൻ ബ്രേസ് നേടിയിരിക്കുകയാണ്. കൂടാതെ തോമസ് മുള്ളറുടെ ഒരു ഗോളും. അങ്ങനെ 3-0 വിജയം, അഗ്രിഗേറ്റ് 3-1 വിജയം. മത്സരത്തിൽ ബയൺ മ്യൂണിക്കിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഹാരി കെയ്ൻ, മുസിയാല, തോമസ് മുള്ളർ, സാനെ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് ഇമ്മൊബിലയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് മൗറിസിയോ സാറി തൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. കളിയുടെ 38-ാമത്തെ മിനിറ്റിൽ ഹാരി കെയ്ൻ്റെ ആദ്യ ഗോൾ. അതോടുകൂടി സ്കോർ ലൈനിന് അഗ്രിഗേറ്റ് 1-1 എന്ന രൂപത്തിലേക്ക് എത്തി. തുടർന്ന് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് തോമസ് മുള്ളറുടെ ഗോൾ വന്നതോടെ ബയൺ മ്യൂണിക്കിന് അഗ്രിഗേറ്റ് സ്കോർ ലൈനിൽ ലീഡായി 2-1 എത്തി. പിന്നെ 66-ാമത്തെ മിനിറ്റിൽ ഹാരി കെയ്ൻ തൻ്റെ ബ്രേസ് പൂർത്തിയാക്കിയതോടെ 3-0 രണ്ടാം പാദം വിജയിച്ചു. അഗ്രിഗേറ്റ് 3-1 വിജയം. അതെ, ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് ബയൺ മ്യൂണിക്ക് കടന്നു വന്നിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.